അങ്ങനെ ഇവളെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവളുടെ കറുത്ത ചുരുണ്ട മുടിയാണ്. ഈ ഭംഗിയുള്ള കറുത്ത ചുരുണ്ട മുടി കാരണം ഇവൾക്ക് ഗോദൈ എന്നാണ് വിഷ്ണുചിത്തൻ പേരിട്ടത്. അതായത് അതിസുന്ദരമായിട്ടുള്ള മുടിയോട് കൂടിയവൾ എന്നർത്ഥം. അങ്ങനെ ഈ ബാലികയെ വിഷ്ണുചിത്തൻ എടുത്ത് വളർത്തുകയാണ്. അങ്ങനെ വളർത്തി ചെറുപ്പം തൊട്ടേ ഈ ബാലിക അച്ഛനിൽ നിന്നും ധാരാളമായിട്ടുള്ള ശ്രീകൃഷ്ണ കഥകളും രംഗനാഥ സ്വാമിയുടെ കഥകളും ഒക്കെ കേട്ടിട്ടാണ് വളരുന്നത്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ ബാലികയ്ക്ക് ഭഗവാനോട് അത്യധികമായിട്ടുള്ള സ്നേഹം തോന്നുകയാണ്, പ്രണയം തോന്നുകയാണ്. അങ്ങനെ താൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാനെ മാത്രമായിരിക്കും എന്നിവള് തീരുമാനിക്കുകയാണ്. അങ്ങനെ കൊച്ചുഗോദ വളരുന്ന മുറയ്ക്ക് അവളുടെ ഉള്ളിലെ ഭഗവാനോടുള്ള പ്രണയവും വളർന്നുകൊണ്ടേയിരുന്നു. അപ്പോ ഇവള് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, തന്റെ ഭർത്താവ് അതിസുന്ദരനാണല്ലോ, അപ്പോ അദ്ദേഹത്തിന് ചാർത്തുന്ന അലങ്കാര വസ്തുക്കളും അത്രയധികം സുന്ദരമായിരിക്കണം എന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ മാല കെട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന സമയത്ത് അവൾ ആ മാല എടുത്തിട്ട് അണിഞ്ഞിട്ട് കണ്ണാടിയിൽ സ്വയം ഒന്ന് നോക്കും. ആ സമയത്ത് അവൾ കണ്ണാടിയിൽ നോക്കുന്നത് അവളെ ആയിരിക്കില്ല, അവൾ കാണുന്നത് ഭഗവാനെയാണ്. അങ്ങനെ തന്നിൽ തന്നെ ഭഗവാനെ സങ്കല്പിച്ചിട്ട് ആ മാലയ്ക്ക് വേണ്ട ചെറിയ ചെറിയ പോരായ്മകളൊക്കെ പരിഹരിച്ചിട്ട് അവൾ ആ മാല അച്ഛൻ്റെ കയ്യിൽ കൊടുത്തുവിടും. അങ്ങനെയാണ്. പക്ഷെ വിഷ്ണുചിത്തൻ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇവളിങ്ങനെ കണ്ണാടിയിൽ നോക്കുന്നതിന്, അല്ലെങ്കിൽ ഇവളിങ്ങനെ മാല എടുത്തണിയുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അതായത് അവള് ചാർത്തിയ മാല ഭഗവാന് ചാർത്തി കഴിയുമ്പോൾ വിവാഹ സമയത്ത് വധൂവരന്മാര് പരസ്പരം വരമാല കൈമാറുന്നതിന് തുല്യമായതിനാൽ തന്നെ ഭഗവാന്റെയും തന്റെയും വിവാഹം കഴിഞ്ഞു എന്നാണ് അവള് മനസ്സിൽ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛന് ആ മാല കൊടുത്തു വിടുമ്പോൾ അവൾ അങ്ങേയറ്റം സന്തോഷവതിയായിരുന്നു. കുറെ നാള് അവള് താൻ ചാർത്തിയ ഈ മാല തന്നെയാണ് ഭഗവാന് ചാർത്താൻ കൊടുത്തിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരിക്കല് വിഷ്ണുചിത്തൻ ഈ മാല ഭഗവാന് ചാർത്താനായിട്ട് മേൽശാന്തിയെ ഏൽപ്പിച്ചപ്പോൾ